ഹലോ എവരിവൺ, ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, നല്ലൊരു വർഷം നേരുന്നു. ഞാനിപ്പോൾ ഭോപ്പാലിലാണ് ഉള്ളത്. ഇവിടെ കിയ സോണറ്റ് ഫേസ് ലിഫ്റ്റിൻ്റെ ഡ്രൈവായിട്ട് വന്നതാണ്. യൂഷ്വലി ഫേസ് ലിഫ്റ്റിന് ഒരു ഡ്രൈവിൻ്റെ ആവശ്യമൊന്നുമില്ല. സാധാരണ കമ്പനികളൊക്കെ ഒരു പ്രസ് റിലീസ് അയക്കും, ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ കിയ കുറച്ചധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റേതായ ഒരു ഡ്രൈവ് ഡിസേർവ് ചെയ്യേണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് അവരിങ്ങനെ ഇപ്പോൾ ഒരു പ്രോഗ്രാമായിട്ട് ചെയ്യുന്നത്. കിയ ആൻഡ് ഹ്യുണ്ടായി കുറച്ച് ഈ വക കാര്യങ്ങളിലൊക്കെ കുറച്ച് എക്സ്ട്രാവഗൻ്റ് ആണ്. സോ വീൽ പ്ലേ അലോങ്. അപ്പോൾ ആരോ ബ്രാൻഡ് ന്യൂ ക്രെറ്റ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. 10 ദിവസത്തിനുള്ളിൽ പുതിയ ഇറങ്ങും. പോട്ടെ. നമുക്ക് ഭോപ്പാലിൽ കേൾക്കുമ്പോൾ നമുക്ക് ഭോപ്പാൽ ട്രാജഡിയാണ് ഓർമ്മ വരിക. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അത് ഭയങ്കര സംഭവമായിട്ടൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ ഭോപ്പാലിന് ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ ട്രാജഡിയും കൂടിയും കൂടെ വരും. അപ്പോൾ ഞാനിന്ന് ആ ഫാക്ടറി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഏരിയയിൽ യൂണിയൻ കാർബൈഡിൻ്റെ ഫാക്ടറിയാണ്. 1984 ഡിസംബറിലാണ് ആ ഒരു ട്രാജഡി നടന്നത്. അവർ ഗ്യാസ് ലീക്ക് വന്നിട്ട് അവിടെ കുറേയധികം ആൾക്കാർ മരിച്ചു. അന്നത്തെ അതിൻ്റെ ചെയർമാൻ കേശബ് മഹീന്ദ്രേനെയൊക്കെ അന്ന് അതിന് ശേഷം അറസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ബെയിലിൽ വിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അന്ന് അതൊരു ഭയങ്കര ഒരു വലിയൊരു ഡിസാസ്റ്റർ ആയിരുന്നു. ആ കമ്പനി കുറേയധികം കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നു. കേശബ് മഹീന്ദ്രേനെ നിങ്ങൾ പറഞ്ഞാൽ അറിയും. കാരണം ഇന്നത്തെ മഹീന്ദ്രയുടെ ചെയർമാൻ ആനന്ദ് മഹീന്ദ്രയുടെ അങ്കിളായിട്ട് വരും പറയുമ്പോൾ. മഹീന്ദ്രയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്കിതിൻ്റെ ഫ്രണ്ട് ആൻഡ് സ്റ്റൈലിംഗ് ആ DRലൊക്കെ കൂടി ഒരു മഹീന്ദ്ര ഇൻസ്പയർഡ് ആയിട്ടുള്ള പോലത്തെ ഒരു സ്റ്റൈലിങ്ങിലേക്ക് പോയിട്ടുണ്ട്. മഹീന്ദ്ര ചീറ്റയായിട്ട് ഇൻസ്പയർഡ് സ്റ്റൈലിംഗ് ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ ഇവിടെ കിയയും ടൈഗറാണ്, ഒരേ ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് സിമിലർ സ്റ്റൈലിംഗ് വന്നതിൽ അത്ഭുതമൊന്നുമില്ല. അതുകൊണ്ട് ആ DRലിൻ്റെ ഭാഗം ഇങ്ങനെ താഴേക്ക് വന്നിട്ടുണ്ട്. മഹീന്ദ്രയ്ക്ക് 2 ലൈനാണ്, ഇതിന് ഒറ്റ ലൈനാണെന്നുള്ള വ്യത്യാസമുള്ളൂ. ബമ്പറിൻ്റെ ഷേപ്പും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഹെഡ്ലൈറ്റ് വെർട്ടിക്കലായിട്ട് വന്നിട്ട് പിന്നെ ബമ്പറിൻ്റെ ഒരു ചെറിയൊരു ചെരിവ്, അത് കഴിഞ്ഞിട്ട് വീണ്ടും വെർട്ടിക്കലായിട്ട് ഒരു കാസ്കേഡിങ് അങ്ങനത്തെ ഒരു ഫീലിൽ അത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ടെക് ലൈനും GT ലൈനും തമ്മിൽ തന്നെ നല്ല ഡിഫറൻസിയേഷൻ ആക്കി എപ്പോഴും ചെയ്യാറുണ്ട്. അത് ഇതിലും ചെയ്തിട്ടുണ്ട്. കാരണം ഫ്രണ്ടിലത്തെ ബമ്പറിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിൽ കുറച്ചും കൂടി ഒരു ഹൊറിസോണ്ടലായിട്ടുള്ള പോലത്തെ ഒരു ഫോഗ് ലൈറ്റ് ഒക്കെയാണ് കൊടുത്തേക്കണമെങ്കിൽ. മറ്റേ ഇതിലൊരു ഐസ് ക്യൂബ് പോലത്തെ പഴയ വെർട്ടിക്കലായിട്ടുള്ള പോലത്തെ ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് ബമ്പറിൽ നോക്കുകയാണെങ്കിൽ ഇതിലൊരു ബോഡി കളേർഡായിട്ടുള്ളൊരു ഇൻസേർട്ട് വരുന്നുണ്ട്. ഇത് GT ലൈനാണ് ഇപ്പോൾ നമ്മൾ ഓടിക്കുന്ന വേരിയൻറ്റ്. 1 ലിറ്റർ ആണ്. ഞാൻ ഇതിൻ്റെ ഡീസലും ഓടിച്ചിരുന്നു, അതും സിമിലർ വേരിയൻ്റ് ആണ്. ഈ ഡ്രൈവിന് ആക്ച്വലി 2 മോഡൽസേ ഉള്ളൂ, 2 കളേഴ്സും ഉള്ളൂ. അപ്പോൾ അതായത് അവരൊരു എക്സ് ലൈൻ വേരിയൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മെറൂൺ കളറിൽ ഒരു വേരിയൻറ്റും വരുന്നുണ്ട്. പിന്നെ വേറൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ബാക്കിൽ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റിൻ്റെ ആ ഒരു ബിറ്റ് പണ്ടുണ്ടായിരുന്നു. അത് തന്നെ കുറച്ചും കൂടി ഒന്ന് സ്ക്വയറിഷ് ആക്കിയിട്ടുണ്ട്. ഇതിലെനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഷീറ്റ് മെറ്റലിലൊന്നും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. പഴയ വേരിയൻറ്റുമെന്ന് തന്നെ ബമ്പറും അങ്ങനത്തെ അതിലേക്കൊക്കെ ആഡ് ചെയ്യുന്ന പോലെയാണ് ഈ പറഞ്ഞ ഫേസ് ലിഫ്റ്റ് ഡിസൈൻ ചെയ്തേക്കണം. അപ്പോൾ അതുകൊണ്ട് ടെയിൽ ലൈറ്റിൻ്റെ തന്നെ ആ താഴേക്കുള്ള എക്സ്റ്റൻഷനൊക്കെ ബമ്പറിലേക്ക് മാത്രമേ മാറുന്നുള്ളൂ. ഷീറ്റ് മെറ്റലിൽ വല്ല ചേഞ്ച് വരുത്തണമെങ്കിൽ ഇറ്റ്സ് എക്സ്പെൻസീവ്. സോണറ്റ് നമുക്കറിയാം ഹ്യുണ്ടായി വെന്യൂ ആയിട്ട് വളരെ സിമിലർ ആണ്. 2 വണ്ടിയും ഹ്യുണ്ടായുടെ K2 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ബേസ് ചെയ്തിട്ടുള്ളത്. K2 എന്ന് പറയുമ്പോൾ നമ്മുടെ i20, ക്രെറ്റ, iX25 ആ വണ്ടികളുടെയൊക്കെ ബേസ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അത് പല സൈസുകളിലേക്ക് അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത് sub 4 മീറ്റർ ആണ്. ആൻഡ് sub 4 മീറ്റർ വണ്ടികളിൽ അപ് ടിൽ നൗ ഇതൊരു ഡിഫോൾട്ട് ചോയ്സ് ആയിരുന്നു. കാരണം 2020 ഇത് ലോഞ്ച് ചെയ്യുമ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക, എല്ലാ ബോക്സസും ടിക്ക് ചെയ്യണ ഒരു വണ്ടി ഇതാണ്. നമുക്കിഷ്ടമുള്ള അത്രയും ഫീച്ചേഴ്സ്, സാധാരണ ആ സെഗ്മെൻറ്റിൽ ഇല്ലാത്ത അത്രയും ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. എഞ്ചിൻ ഓപ്ഷൻസ് 3 എണ്ണം, അതായത് 1.2 നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ ഉണ്ട്, 1 ലിറ്റർ ടർബോ പെട്രോൾ ഉണ്ട്, 1.5 ഡീസൽ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ പലതരം ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഫോർ സം റീസൺ വണ്ടി കാണാനും നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ വെന്യൂ ഓടിച്ച് കഴിഞ്ഞിട്ട് വെന്യൂ അത്യാവശ്യം ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ട് അത് കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി നമ്മൾ സോണറ്റ് ലോഞ്ച് ചെയ്തപ്പോഴത്തേക്കും ഓക്കെ എനിക്കിതാണ് വേണ്ടതെന്നുള്ളൊരു ഫീലിംഗ് നമുക്കന്ന് വരുമായിരുന്നു. ആൻഡ് അത് തന്നെ ആൾക്കാരിലും ഉണ്ടായിരുന്നു. കാരണം 3.6 lakhs വണ്ടികളോളം വിറ്റിട്ടുണ്ട്, വിച്ച് ഈസ് എ ബിഗ് നമ്പർ. ഇത്രയും കാലം നോക്കുമ്പോൾ 3 കൊല്ലമായിട്ടുള്ളൂ. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ ഒരു ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളൊരു കാര്യം. ഇതിനൊരു 3 ടൈപ്പ് അലോയ് വീൽ ഡിസൈൻ ഉണ്ട്. അത് ഓരോ വേരിയൻറ്റും അനുസരിച്ച് മാറുന്നുണ്ട്. അതിലൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടോപ്പ് എൻഡിലുള്ള വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ മുന്നേ എക്സ് ലൈനിലുണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് ആ അലോയാണ്, അതിപ്പോൾ സ്റ്റാൻഡേർഡായി. നമുക്കത് സെൽറ്റോസിലും ചെയ്തായിട്ട് കാണാൻ പറ്റും. എക്സെപ്റ്റ് സെൽറ്റോസിൽ 18 ഇഞ്ച് വീലാണ് എക്സ് ലൈനിലുണ്ടായിരുന്നത്, ബാക്കിയെല്ലാം 17 ആയിരുന്നു. അപ്പോൾ ഇതിലെല്ലാം 16 ഇഞ്ചാണ്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിലെ എല്ലാ വണ്ടികളും മിക്കവാറും 16 ഇഞ്ച് എന്നുള്ളത് വെച്ചിട്ട്. ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു സെൽറ്റോസിന് മുന്നേ കണ്ടിരുന്ന പോലത്തെ ഒരു വലിയൊരു മതിൽ പോലെ പണിത് വെച്ച 2 ഡിസ്പ്ലേ ഉള്ളൊരു സ്ക്രീൻ വന്നിട്ടുണ്ട്. പുതിയ സെൽറ്റോസിൽ ഈ സ്ക്രീൻ 2 ഒരേ ലെവലിലാണ്. പക്ഷേ ഇതിൽ സോണറ്റിൽ ഈ ഡ്രൈവറുടെ ഇൻഫർമേഷൻ ഡിസ്പ്ലേ കുറച്ച് റിസർച്ച്ഡ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. അത് ഒരു തരത്തിലല്ലാണ്, വലിയ റിഫ്ലക്ഷൻ ഒന്നും ഇല്ലാണ്ട് നമുക്ക് കാണാൻ പറ്റും. അതിനൊരു ബിനക്കിൾ പോലെ കൊടുത്തേക്കണതിൻ്റെ. പക്ഷേ ഒന്നിച്ചിരിക്കണതിൻ്റെ ആ ഒരു ഫുൾ വലിയൊരു സ്ക്രീനിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതും വേണമെങ്കിൽ പറയാം. മേ ബി ഫ്യൂച്ചർ അപ്ഡേറ്റ്സിലൊക്കെ ചിലപ്പോൾ വരുമായിരിക്കും, അല്ലെങ്കിൽ അടുത്ത ജനറേഷന് വേണ്ടി അവർ റിസർവ് ചെയ്തേക്കണമായിരിക്കും. എനിക്ക് പഴയ ഗേജസ് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതിപ്പോഴും ബേസ് മോഡലിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഒരു കാൽക്കുലേറ്റർ ഡിസ്പ്ലേ പോലെ ഇരിക്കുന്ന ആ ഒരു സംഭവം. വെന്യൂ അന്നും കുറച്ചും കൂടി ക്ലാസിയർ ആയിട്ടുള്ള ഗേജസ് കൊടുത്തിരുന്നു എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. സോണറ്റിന് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം അതായിരുന്നു. ഏതായാലും ഡിജിറ്റൽ ക്ലസ്റ്റർ വന്നപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലൊക്കെയുള്ള ഒരു ബ്ലൈൻഡ് വ്യൂ മോണിറ്ററോട് വരും. രണ്ടും 10.25 ഇഞ്ച് സ്ക്രീൻസാണ്, സിമിലർ സ്ക്രീനാണ്.
ഇതിലെ ഗ്രാഫിക്സ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. അത് പല കളർ ടോണുകളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു പേർപ്പിൾ ഷെയ്ഡിലാണ് യൂഷ്വലി നമ്മൾ ഓടിക്കുമ്പോൾ എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്പോട്ടിലിട്ട് കഴിഞ്ഞാൽ അതിനൊരു റെഡ് കളർ തീമിലേക്ക് മാറും. ആൻഡ് ആ ഗ്രാഫിക്സിൻ്റെ ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. ഇങ്ങനത്തെ ഫീച്ചേഴ്സിലാണ് സത്യം പറയാൻ കിയ അവരുടെ ഒരു പ്രത്യേകത കാണിക്കുന്നത്. നമുക്ക് ഈ ഒരു ജിമിക്കി എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ആൾക്കാർക്ക് വേണ്ടതും ഇതാണ്. അതവർ അറിഞ്ഞ് അത് തന്നെ അവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. വേറെ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഈ സെൻറ്റർ കൺസോളിൽ ഈ ഒരു ബട്ടൺസിൻ്റെ ഒക്കെ പ്ലേസ്മെൻറ്റ് കുറച്ച് മാറിയിട്ടുണ്ട്. ഇവിടെ ഇതൊന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുതിയൊരു യൂണിറ്റാണ് കൊടുത്തേക്കുന്നത് പണ്ടുണ്ടായിരുന്നതെന്ന്. എന്തുകൊണ്ടാണ് മാറ്റിയെന്നുള്ളതിനൊരു ക്വസ്റ്റ്യൻ എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കിയുള്ള ഡാഷ്ബോർഡൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ജനറൽ ക്വാളിറ്റി ആവറേജ് ആണ്, പക്ഷേ ഒരു ചീപ്പ് ഫീലിംഗ് പ്ലാസ്റ്റിക്സ് ഒന്നും നമ്മൾ തൊടണ മെയിൻ ഭാഗങ്ങളിലൊന്നുമില്ല. ഡാഷ്ബോർഡിൻ്റെ ഒക്കെ ടെക്സ്ചറും ഇതൊക്കെ നല്ലതാണ്. കൺസിഡർ ടേക്കിംഗ് എ ബ്രേക്ക്. ചായക്കപ്പൊക്കെ കാണിച്ചിട്ടുണ്ട്. ചായ കുടിക്കാനാണ് പറയുന്നത്. ഞാൻ വീഡിയോയിൽ സംസാരിക്കണം, അല്ലാണ്ട് ഡിസ്ട്രാക്റ്റഡ് ആവണമല്ല. ലോവർ ഡാഷ്ബോർഡ് നമുക്കിവിടെ ഒരു വയർലെസ് ചാർജർ വന്നിട്ട് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. USB-Cയും USB-Aയും പഴയ ടൈപ്പ് സോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡർ ഉണ്ട്. മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആണ്. ഇൻറ്റീരിയറിൽ 3-4 കളർ ചോയ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ടെക് ലൈനിൻ്റെ ഏറ്റവും കൂടിയ വേരിയൻറ്റിന് നമുക്ക് ഒരു ബ്രൗൺ കളർ ഇൻറ്റീരിയർ വരുന്നുണ്ട്. GT ലൈനിൽ ഇതാണ് വരുന്നത്. ബ്ലാക്കും വൈറ്റ് ഇൻസേർട്ട്സും ഉള്ള ഈ ഒരു കോമ്പിനേഷനാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ലെതററ്റാണ് സീറ്റ് മെറ്റീരിയൽ. വലിയ കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട് ചൂടെടുക്കും, പക്ഷേ അതിന് സീറ്റ് കൂളിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും വലിയ കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഹീറ്ററിൽ ചെറുതായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർ സീറ്റ് ഇപ്പോൾ 4-way ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുണ്ട്. ബാക്ക് സീറ്റ് അവർ കുറച്ച് മാറ്റിയിട്ടുണ്ട്. ബാക്ക് സീറ്റിന് പണ്ട് അണ്ടർ തൈ സപ്പോർട്ട് ഇത്തിരി കുറവാണെന്ന് പറഞ്ഞിരുന്ന ഒരു കംപ്ലയിൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് അവർ സീറ്റിൻ്റെ ബേസിൻ്റെ ആ ഒരു എഡ്ജ് കുറച്ച് പൊക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓവറോൾ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ പണ്ട് 309 mm ആയിരുന്നത് ഇപ്പോൾ 330 mm ആയിട്ടുണ്ട്. അപ്പോൾ അതായത് 21 mm ഇവിടെ കുഷനിങ് മാറ്റിയിട്ടുണ്ട്. വേറെ അതുപോലെ പണ്ട് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നീ റൂമാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. ബാക്കിലെ നീ റൂം അത്ര കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. നമ്മുടെ മുട്ട എപ്പോഴും ഫ്രണ്ട് സീറ്റിൻ്റെ ബാക്കിലിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ലെങ്ത് ഒന്നും കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് അവരെന്ത് ചെയ്ത് ഈ സീറ്റിൻ്റെ ബാക്കിലെ കുഷൻ കുറച്ചിങ്ങനെ എടുത്ത് കളഞ്ഞ്. പണ്ട് അവിടെ ചെറിയ ഓൾമോസ്റ്റ് ലെവലായിട്ട് തോന്നിയിരുന്നു. 5 mm ഉണ്ടായിരുന്നത് ഇപ്പോൾ നൗ ഇറ്റ്സ് അബൌട്ട് 30 mm. അപ്പോൾ 35 mm ആയിട്ട് സ്കൂപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ സീറ്റിൻ്റെ. ഇൻഡിഗോ എയർലൈൻസിൽ നിന്ന് പഠിച്ചാണെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ അവരങ്ങനെ അതൊന്ന് സ്കൂപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാലിൻ്റെ മുട്ടില്ല. വേറെ ബാക്ക് സീറ്റിൽ കംഫർട്ട് അതുകൊണ്ട് കുറച്ച് എൻഹാൻസ്ഡ് ആണ്, പക്ഷേ വലിയ പറയത്തക്കതായ വ്യത്യാസമൊന്നുമില്ല. ബാക്കിൽ നമുക്ക് സൈഡിൽ ബ്ലൈൻഡ്സ് വന്നിട്ടുണ്ട്. 2 ഡോറുമിലും സൺ ബ്ലൈൻഡ്സ് ഉണ്ട്. നമുക്ക് അങ്ങനെ വലിച്ചിടാം. ആ സെഗ്മെൻറ്റിൽ വേറെ വണ്ടിക്കൊന്നുമില്ല. ഓഡിയോ സിസ്റ്റം ഒക്കെ നല്ലതാണ്. ബോസിൻ്റെ ഓഡിയോ സിസ്റ്റമാണ്. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. വേറെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ട്. ഈ 360 ഡിഗ്രി ക്യാമറ ഒരു കിയ കണക്ട് ആപ്പായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേൾഡിൽ എവിടെയാണെങ്കിലും നമുക്ക് ഈ വണ്ടിയുടെ ചുറ്റും നടക്കുന്നതെല്ലാം കാണാൻ പറ്റും. നമുക്ക് ആ ആപ്പ് ഒരു സെർവർ വഴി അവർ കണക്ട് ചെയ്തിട്ട് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കത് കാണാൻ പറ്റും. ഒരു CCTV ക്യാമറ ഒക്കെ കാണുന്ന പോലെ, വിച്ച് ഈസ് എ യൂസ്ഫുൾ ഫീച്ചർ. നമ്മൾ വീട്ടിലൊക്കെ ഇത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ ചുറ്റും നടക്കുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. വേറെ ലെവൽ 1 അഡാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേയധികം സാധനങ്ങളുള്ളത്. ലെയിൻ കീപ്പ് വാർണിംഗ് ഉണ്ട്, ഫോർവേഡ് കൊളീഷൻ വാർണിംഗ് ഉണ്ട്, ലെയിൻ കീപ്പ് അസിസ്റ്റ് ഉണ്ട്. നമുക്ക് കുറച്ച് സ്റ്റിയറിങ്ങിന് അത് തന്നെ ഒന്ന് പോയിന്റ് ചെയ്യും. അത് നല്ല മാർക്ക്ഡ് ആയിട്ടുള്ള റോഡുകളിലൊക്കെ വർക്ക് ചെയ്യും. ഇവിടെ അങ്ങനത്തെ റോഡുകൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ് ഉണ്ട്. അതുപോലെ ഫ്രണ്ടിലത്തെ വണ്ടി ഇപ്പോൾ നമ്മളൊരു ബ്ലോക്കിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫ്രണ്ടിലത്തെ വണ്ടി നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതപ്പോൾ തന്നെ വാൺ ചെയ്യും. ഫോർവേഡ് വെഹിക്കിൾ മൂവിങ് ഓൺ എന്നുള്ളത് ഇങ്ങനെ കാണിക്കും. ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടും. നമ്മൾ അതിനിടയ്ക്ക് ഫോണൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും പേടിക്കേണ്ട, വണ്ടിയെ നമ്മൾ അറിയിക്കും. 2 റീലൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വാർണിംഗ് വരുമ്പോൾ അങ്ങനെ നേരെ ഓടിച്ചു പോയാൽ മതി. വേറെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ എയർ പ്യൂരിഫയർ ഇവിടെയാണ്. ഭോപ്പാൽ ട്രാജഡീനെ ഒന്നും ബീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും അവർ പറയുന്നത് ബാക്ടീരിയ ആൻഡ് വൈറസ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ്. ഇവിടെ ഭയങ്കര തണുപ്പാണ്, ഭയങ്കര ഫോഗിയാണ്. അപ്പോൾ അതുകൊണ്ട് ഹൈവേയിൽ നമ്മൾ ഇത്തിരി കെയർഫുള്ളായിട്ട് ഓടിക്കണം. കുറച്ച് വിസിബിലിറ്റി ഒക്കെ അഫക്റ്റഡ് ആണ്. ചില ഏരിയകളിലൊക്കെ കുറച്ച് ഡെൻസ് ഫോഗ് ഉണ്ട്. ബാക്കിയുള്ളിടത്തൊന്നും വിസിബിലിറ്റി വലിയ കുഴപ്പമില്ല. പക്ഷേ കാറുകൾക്കൊക്കെ ഭയങ്കര സ്പീഡാണ്. ഇവിടെ ജനറലി എല്ലാവരും ഓടിക്കുന്നത് സാധാരണ സ്ഥലങ്ങളിൽ നമ്മുടെ നാട്ടിലത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു 20% സ്പീഡ് കൂടുതലാണ് ഇവിടെ എല്ലാവർക്കും വണ്ടി ഓടിക്കുന്നതിന്. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാനില്ല, നമ്മൾ അതിൻ്റെ കൂടെ കൂടിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് എഞ്ചിൻ ഓപ്ഷൻസ് പറയാം. 3 എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട്. ദർ ഇസ് എ 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ, 83 bhp നമ്മുടെ i20 ഉള്ള ബേസിക് എഞ്ചിൻ. ഗ്രാൻഡ് ഐ10 അതേപോലെ എക്സ്റ്ററിലൊക്കെ വരുന്ന ആ എഞ്ചിൻ ഉണ്ട്. അതുകൂടാണ്ട് 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ ഉണ്ട്. നമ്മുടെ i20 N ലൈനിലൊക്കെ വരുന്ന ആ ഒരു എഞ്ചിൻ. അത് വെന്യൂവിലുള്ള സെയിം എഞ്ചിനാണ്. 120 bhp ഉണ്ട്. അതുകൂടാണ്ട് ഇപ്പോഴും ഡീസലുണ്ട്. കാരണം എല്ലാ മാനുഫാക്ചറേഴ്സും ഡീസലിനോട് ഗുഡ് ബൈ പറഞ്ഞപ്പോഴും കിയ അവരുടെ 1.5 ലിറ്റർ U2 എന്ന് പറയുന്ന ഡീസൽ എഞ്ചിൻ കൊടുക്കുന്നുണ്ട്. 115 bhp ആണ് അതിന് പവർ ഔട്ട്പുട്ട് ഉള്ളത്. 250 Nm ടോർക്ക് ഉണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി പണ്ട് ഇതിൻ്റെ ഫിക്സഡ് ജോമെട്രി വേരിയൻ്റ് ആയിരുന്നു മാനുവലിന് കൊടുത്തിരുന്നത്. അപ്പോൾ മാനുവലിന് അന്ന് 100 bhpയും
ഓട്ടോമാറ്റിക്കിന് അന്ന് 115 BHP ആയിരുന്നു. ഇപ്പം അത് മാറിയിട്ടുണ്ട്. ഇപ്പം മാനുവൽ അവർ വീണ്ടും 115 BHP തന്നെ, അതായത് വേരിയബിൾ ജോമെട്രി ടർബോ വരുന്ന വേർഷൻ തന്നെ മാനുവലിലും കൊടുക്കാൻ തുടങ്ങി. സോ യു ആർ ഗെറ്റിംഗ് എ ഫാസ്റ്റർ മാനുവൽ. മാനുവൽ കുറച്ചാലും ഉണ്ടായിരുന്നില്ല, കാരണം IMT ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ. ഇപ്പം മാനുവൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഇതുവരെ വന്നിട്ടില്ല, മാർച്ചിൽ റീഇൻട്രൊഡ്യൂസ് ചെയ്യും. അവരതിൻ്റെ ARAI സർട്ടിഫിക്കേഷനോ അങ്ങനെ എന്തോ വെയിറ്റ് ചെയ്യാണ്. ബട്ട് മാനുവൽ ഈസ് ബാക്ക്. ഇതിൽ ടർബോ പെട്രോളും ഡീസലും ഇന്നുണ്ട്. നമ്മൾ 2 വണ്ടികളും ഓടിച്ചു. രണ്ടും തമ്മിൽ ഭയങ്കര പവറിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. 0 to 100 ടൈം ഞാൻ മുന്നേ നോക്കിയപ്പോൾ 11.7ഉം 11.4ഉം, അപ്പോൾ അതായത് ഒരു 1/3 ഓഫ് എ സെക്കൻഡൊക്കെ രണ്ടും തമ്മിൽ ആക്സിലറേഷനിൽ 0 to 100 വ്യത്യാസമുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഗിയറിംഗ് ഒക്കെ കാരണം ഇത് കുറച്ചുകൂടി ഫാസ്റ്ററാണ്. ആൻഡ് 120 BHP വെൻ യു റെവ് ഇറ്റ്, അതിന് അത്യാവശ്യം ഒരു ഹൈവേ പെർഫോമൻസ് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഡീസൽ നേരത്തെ വന്നപ്പോൾ രണ്ടും കൂടി ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇത് മച്ച് ഫാസ്റ്ററാണ്. ഒരു 20 കിലോമീറ്ററൊക്കെ ടോപ്പ് സ്പീഡും വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കീപ്സ് ഓൺ പുള്ളിങ്. ഒരു പെർട്ടിക്കുലർ സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ 100 കഴിഞ്ഞിട്ടുള്ള പെർഫോമൻസിൽ നല്ല വ്യത്യാസമുണ്ട്. 7 സ്പീഡാണ്, ഡ്യുവൽ ക്ലച്ചാണ്, 172 Nm ടോർക്ക് ഉണ്ട്, വിച്ച് ഈസ് ഓക്കെ. നമുക്ക് ആ ഒരു 3 സിലിണ്ടർ ആയതിൻ്റെ പേരിൽ ആ ഒരു ലോ എൻഡിൽ ഒരു പവർ കുറവും, അത് കഴിഞ്ഞ് റെവ് ചെയ്യുമ്പോഴാണ് കുറച്ച് പവർ വരിക എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. പക്ഷേ അതെന്തായിട്ട് അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. സിറ്റിയിൽ ഓടിക്കുമ്പോൾ കുറച്ച് ജേക്കിയാണ്, കാരണം അതൊരു ഡ്യുവൽ ക്ലച്ചിൻ്റെ ആ ഒരു ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും സംഭവം ഹ്യുണ്ടായി ഡ്യുവൽ ക്ലച്ചുകൾ കുറച്ചും കൂടി സെൽഫ് പ്രിസർവേഷൻ പറ്റുന്ന പോലെ ഭയങ്കര അഗ്രസീവ് ഷിഫ്റ്റുകളൊന്നും ഇപ്പോൾ Volkswagen DSG ആയിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഷിഫ്റ്റ് ടൈമൊക്കെ കുറച്ച് സ്ലോവറാണ്. അത് മേ ബി അതിൻ്റെ ഹെൽത്തിന് വേണ്ടി തന്നെ കൊടുത്തേക്കണമായിരിക്കാം, ഓവർ ഹിറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തേക്കണമായിരിക്കാം. ഇവർ 3 എഞ്ചിൻ ഓപ്ഷൻസ് കൊടുക്കുന്നതിന് പുറമെ ഇഷ്ടംപോലെ ട്രാൻസ്മിഷൻ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട്, IMT ഉണ്ട്, ഇതിൽ നമുക്ക് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് വരുന്നുണ്ട് ഡീസലിൻ്റെ കൂടെ. അതോടൊപ്പം ഇതിന് 7 സ്പീഡ് DCT ആണ് ഈ 1 ലിറ്റർ ഓട്ടോമാറ്റിക്കിന് കൊടുക്കുന്നത്. വേറെ സോണിട്ട് ഓടിക്കാനായിട്ട് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം സ്പോർട്ടി ആയിട്ട് തോന്നും. സ്റ്റിയറിംഗ് ഒക്കെ ഒരുവിധം ഷാർപ്പാണ്. നമ്മൾ ഫാസ്റ്റായിട്ട് കോർണറൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ വണ്ടി ഒരു ചെറിയൊരു എൻ്റർടൈനിങ് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. സോണിറ്റിൻ്റെ എന്നും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ റൈഡ് ക്വാളിറ്റിയാണ്. റൈഡ് ക്വാളിറ്റിക്ക് ഒരു പ്ലഷ്നെസ് ഇല്ല എന്നുള്ളത് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. ഇത് ഇത്തിരി സ്റ്റിഫ്ലി സ്പ്രങ് ആണ്. ഇപ്പോൾ കമ്പയർഡ് ടു എ ഹ്യുണ്ടായി, ഇപ്പോൾ നമ്മൾ സെൽറ്റോസ് ആണെങ്കിലും കുറച്ചൊരു സ്റ്റിഫ്ലി സ്പ്രങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു അണ്ടർലൈങ് ഒരു ഫേംനെസ് നമുക്ക് തോന്നും. ടയറിനൊക്കെ ആവശ്യത്തിന് പ്രൊഫൈലുണ്ട്, പക്ഷേ സസ്പെൻഷൻ്റെ ഒരു ഫേംനെസ് കാരണം നമ്മൾ ഒരിക്കലും വണ്ടി ഒരു സെറ്റിൽഡ് ആയ പോലെ ഒരു ഫീലിംഗ് അല്ല. എപ്പോഴും ഒരു ജിറ്ററിനെസ്, ഒരു അൺഈവൻനെസ് നമുക്ക് എല്ലാ റോഡ് സർഫസിലും നമുക്ക് ഫീൽ ചെയ്യും. ബ്രേക്സ് നന്നായിട്ടുണ്ട്. ബ്രേക്സ് ഇപ്പോൾ ബാക്കിൽ ഡിസ്ക് ബ്രേക്സ് കൊടുക്കാൻ തുടങ്ങി. സോ അതുകൊണ്ട് സ്റ്റോപ്പിംഗ് പവർ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ആൻഡ് പെഡൽ ഫീലും ഭയങ്കര ഷാർപ്പാണ്. ഇപ്പോൾ ഈ വണ്ടിയിൽ ഇങ്ങനെ ജസ്റ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം എടുത്തപ്പോൾ തന്നെ ഇറ്റ് ഫീൽസ് റിയലി ഷാർപ്പ്. നമ്മൾ ബ്രേക്കിൻ്റെ ആ ഒരു മോഡുലേഷൻ തെറ്റാണോ എന്നുള്ള പോലെ തോന്നുന്ന പോലെ തന്നെ ബ്രേക്ക് അങ്ങോട്ട് തൊടുമ്പോഴത്തേക്കും ഭയങ്കര ഷാർപ്പായിട്ട് നിൽക്കണ പോലെ തോന്നും. പക്ഷേ നൗ യു ആർ യൂസ് ടു ദാറ്റ്. വലിയ കുഴപ്പമില്ല, കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അഡാപ്റ്റ് ആവും. വേറെ എഞ്ചിൻ്റെ പെർഫോമൻസ് വലിയ കുഴപ്പമില്ല. നമ്മൾ ആക്സിലേറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഫാസ്റ്റാണ്. ഇപ്പോൾ ഇങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ, സ്പോർട്ട് മോഡിലിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ക്വിക്കാണ്. ഇറ്റ് പിക്സ് അപ്പ് സ്പീഡ് 100, 120 അടുത്തേക്കൊക്കെ പെട്ടെന്ന് ആക്സിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ബാഡ്. പെട്ടെന്നുള്ള ഒരു ഹൈവേയിലൊരു പാസിങ് അതൊക്കെ വേണമെങ്കിൽ അതിന് അത്യാവശ്യം ക്വിക്കാണ്. സ്റ്റിയറിങ്ങിന് പാഡൽസ് ഉണ്ട്, സോ യു ക്യാൻ ഡ്രോപ്പ് ഡൗൺ എ ഗിയർ ഓർ 2. അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ഒരു പഞ്ച് വേണം ആക്സിലേഷൻ എന്നുണ്ടെങ്കിൽ എഞ്ചിനെ പെട്ടെന്ന് ആ പവർ ബാൻഡിലേക്ക് എത്തിക്കാം. ആൻഡ് ഒരു തെറ്റില്ലാത്ത എഞ്ചിനാണ്. ഒരു ലോയിനിലെ ചെറിയൊരു ലാഗ് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഹാസ് ഇനഫ് പവർ. ഒരു 6000 RPM വരെയൊക്കെ ഒരുവിധം പുള്ളി ചെയ്യുന്നുണ്ട്. ആൻഡ് 7th ഗിയറൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം റിലാക്സ്ഡ് ആണ്. ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ലോ RPM ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെയൊക്കെ പോകും. ആ 3 സിലിണ്ടറിൻ്റെതായ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും, പക്ഷേ ദാറ്റ്സ് ഓക്കെ. ഈ സെഗ്മെൻറ്റിൽ മിക്കവാറും ഇങ്ങനത്തെ വണ്ടികളൊക്കെ 3 സിലിണ്ടറാണ്. ഇൻ്റർനാഷണലി ഈ വണ്ടിക്ക് അവർ 1.5 ലിറ്റർ നമ്മുടെ സെൽറ്റോസിലുള്ള ആ സെയിം നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിൻ കൊടുക്കുന്നുണ്ട്. അത് പക്ഷേ ഇന്ത്യയിൽ കൊടുക്കുന്നില്ല, കാരണം ഇത് കിട്ടാത്തതുകൊണ്ട്, ടാക്സ് ബെനിഫിറ്റ്സ് ഇല്ലാത്തതുകൊണ്ട്. ഒറ്റ വണ്ടി ആകെ 1.5 ഓഫർ ചെയ്യുന്നുള്ളത് ബ്രസയാണ്. ടാക്സ് ബെനിഫിറ്റ്സ് ഒന്നും നോക്കാണ്ട് മാരുതി, പക്ഷേ അവർ എപ്പോഴും ബ്രസയിൽ 1.5 ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പുതിയ സോണറ്റിലുള്ള വ്യത്യാസങ്ങൾ. നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടമായോ, ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് എഫക്റ്റീവ് ആണോ, അതുപോലെ ഈ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങളൊരു വണ്ടി മേടിക്കുകയാണെങ്കിൽ അത് ഏതായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.